ദീനത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിനെ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പെന്തക്കുസ്ത തിരുനാളിലൂടെ കടന്നു പോവുകയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ കഴിഞ്ഞുപോയ ദിവസങ്ങളിലും ഇന്നുമൊക്കെ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന ഒരു ദിവസമാണ്. പരിശുദ്ധാത്മാവ് ആണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നത്. പരിശുദ്ധാത്മാവിലൂടെ ഉള്ള ഒരു ശരിയായ ദൈവഹിതപ്രകാരമുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനുമായിട്ട്, ശരിയായ രീതിയിൽ കാത്തിരിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, പരിശുദ്ധാത്മാവ് ഉള്ളവരുടെ പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാകും. എന്നാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, അതുകൊണ്ട് അത് കേൾക്കുക, എന്നാൽ അതോടൊപ്പം തന്നെ ചിലപ്പോൾ കേൾക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു മേഖലയായ പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികളുടെ മേഖലകളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിളിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യർ അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ പരിശുദ്ധാത്മാവില്ലാത്തവരെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ഏതാനും ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുകയാണ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ഇത് ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുക, എൻ്റെ ഉള്ളിൽ ഇപ്രകാരമുള്ള ഒരു അവസ്ഥയുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിലില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, പരിശുദ്ധാത്മാവില്ലെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയാണെന്ന് ചിന്തിച്ച് ധരിച്ച് മുന്നോട്ട് ദൈവഹിതപ്രകാരമല്ലാത്തൊരു ജീവൻ നയിച്ച് നമ്മൾ പോകുവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഇന്നത്തെ സന്ദേശം. പ്രിയമുള്ളവരെ, കർത്താവ് നൽകിയ സന്ദേശം അനുസരിച്ച് നമ്മൾ ഓൺലൈൻ ധ്യാനങ്ങൾ നടത്തുന്നുണ്ട്. ഈ വരുന്ന 13, 14, 15 എന്ന് വെച്ചാൽ അടുത്ത വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഓൺലൈൻ ധ്യാനമുണ്ട്. കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ച്, രണ്ടാം വരവിനെക്കുറിച്ചും അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുമാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ മാസവും അതുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ധ്യാനവും താമസിച്ചുള്ളത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ധ്യാനത്തിലും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ധ്യാനത്തിൽ തീർച്ചയായിട്ടും സംബന്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മുൻപ് നടന്നിട്ടുള്ള ഓൺലൈൻ ധ്യാനങ്ങളിലോ താമസത്തുള്ള ധ്യാനങ്ങളിലോ പങ്കെടുത്തിട്ടുള്ളവർക്ക് മാത്രമേ 21 ദിവസത്തെ ഉപവാസ ധ്യാനത്തിൽ, ഭാഗികമായ ഉപവാസമാണ്, എപ്പോഴും ഭക്ഷണമില്ലാതെ ഇല്ല, ചില പ്രത്യേക നേരങ്ങളിൽ മാത്രം ഭക്ഷണമുണ്ട്, ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് അതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ നൽകുന്നതായിരിക്കും. അപ്പോൾ 21 ദിവസത്തെ താമസിച്ചുള്ള ഒരു ശുശ്രൂഷ മര്യാദാശ്രമത്തിൽ ഉപവാസ ധ്യാനം നടത്തിയിട്ട് മാത്രമേ ഇനി നമ്മൾ മറ്റ് താമസിച്ചുള്ള ധ്യാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. കർത്താവ് നൽകിയൊരു സന്ദേശം അതാണ്. അത് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഡേറ്റുകളൊക്കെ പിന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ ധ്യാനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഡേറ്റ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് താഴെ കാണുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, സന്ദേശങ്ങളിൽ ഞാൻ മര്യാദാശ്രമത്തിൻ്റെ ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ ഒന്നുകിൽ നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കഴിഞ്ഞ ക്ലാസ് സന്ദേശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാത്തതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം, പ്രത്യേകതകളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം.
യൂദാസിലേക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവചനങ്ങളിൽ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, പരിശുദ്ധാത്മാവില്ലാത്തവർ, അവരുടെ പ്രത്യേകത എന്താണ്? അവർ ലൗകികരാണ്, ഇവർ ഭിന്നിപ്പുണ്ടാക്കും അവസാന നാളുകളിൽ. ലൗകികരുടെ പ്രത്യേകത നമുക്കറിയാം. പരിശുദ്ധാത്മാവില്ലാത്തവർ ലൗകികരാണെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ലൗകികര പ്രത്യേകത ഈ ലോകത്തിലെ സുഖവും സന്തോഷവും ആനന്ദവും ഇവിടുത്തെ അഭിവൃദ്ധിയും ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യർ. അവർ ദൈവത്തെ തേടുന്നുണ്ടെങ്കിലും 1 കൊറിന്ത്യസ് 15:19 പറയുന്ന പോലെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ അവർ പ്രത്യാശ വയ്ക്കുന്നു എന്ന് മാത്രം. അവർക്ക് നിത്യത ലക്ഷ്യമില്ല, സ്വർഗം ലക്ഷ്യമില്ല, യേശുക്രിസ്തുവിനെക്കുറിച്ചോ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചോ ചിന്തിക്കുവാനോ ധ്യാനിക്കുവാനോ അറിയുവാനോ താല്പര്യമില്ല. എന്നാൽ അവർക്ക് ഇവിടെ സുഖമായിട്ട് ജീവിച്ചു പോകണം, സുഖലോലുപതയിൽ ജീവിക്കണം. ലൂക്കാ സുവിശേഷം 21:34 നമ്മൾ കാണുന്നത് പോലെ സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി ഇവയെല്ലാം അതിനകത്ത് ഉൾപ്പെട്ട മനുഷ്യർ. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി പ്രധാനമായിട്ടും തൻ്റെ സുഖഭോഗങ്ങൾ, നമുക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. എൻ്റെ ശരീരത്തെ സുഖിപ്പിക്കുന്ന, മനസ്സിനെ സുഖിപ്പിക്കുന്ന, മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളും ദാഹങ്ങളും വേണ്ട എന്ന് വയ്ക്കുന്നു. ഒരിക്കലും അങ്ങനെ ആയിരുന്നു, പക്ഷേ ക്രിസ്തുവിലൂടെയുള്ള സന്തോഷം മതി, ക്രിസ്തു തരുന്ന ആനന്ദം മതി, ക്രിസ്തു തരുന്നത് മതി എന്നുള്ള അനുഭവത്തിലേക്ക് വരുന്നു. ആദിമസഭയിൽ അപ്പോസ്തലന്മാരെ നയിച്ച പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ അപ്രകാരം ഒരു അനുഭവത്തിലേക്കാണ് നമുക്ക് വരുവാനായിട്ട് സാധിക്കുക. അവരൊരിക്കലും സിംഹാസനങ്ങളിൽ ഇരുന്നിട്ടില്ല, രാജ്യത്വത്തിലായിരുന്നിട്ടില്ല, അവരൊരിക്കലും അധികാരപരിധിയിലാകാൻ ആഗ്രഹിച്ചിട്ടില്ല. അവരെപ്പോഴും തങ്ങളുടെ ജീവിതം എത്രത്തോളം ദരിദ്രരല്ല അവർക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്നു, സമ്പത്തുള്ളവരുണ്ടായിരുന്നു, കഴിവുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവർ മാറ്റി വെച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുവാൻ തയ്യാറായ മനുഷ്യർ. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കൊണ്ട് അവർ ജീവിച്ചില്ല, അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ക്രിസ്തുവിനെ കൊണ്ടല്ല അവർ ജീവിച്ചത്, ക്രിസ്തുവിനെ അവർ മുതലെടുത്തില്ല. ഇനി നമ്മൾ ബൈബിളിൽ അടുത്ത മേഖലയിലേക്ക് വരുമ്പോൾ അത് പിന്നെയും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യർ, ലൗകികരായ മനുഷ്യർ എന്നും ഭിന്നിപ്പുണ്ടാക്കും. അവർ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കള്ളത്തരമാണ്, ചുമ്മാതെ കുറച്ച് പേർ ഇങ്ങനെ ഉണ്ടാക്കിയ കഥകളാണ്, കെട്ടുകഥകളാണ് എന്നൊക്കെ പറയും. പൗലോസ് അപ്പോസ്തലൻ, പത്രോസ് അപ്പോസ്തലനൊക്കെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൽപ്പിത കഥകളൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ കഥ പറഞ്ഞ് നടക്കുന്നവരല്ല, ഞങ്ങൾ കൃത്യമായിട്ട് കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിച്ച് നൽകുന്നവരും അതുപോലെ ജീവിക്കുന്നവരുമാണെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോകുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരെയാണ് പരിശുദ്ധാത്മാവ് നയിക്കുക. മറ്റൊന്ന്, അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൻ്റെ 3 നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ നിരവധി പേര് തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകൾ വിറ്റ് പരിശുദ്ധിയിൽ ജീവിച്ച അപ്പോസ്തലന്മാരെ കരങ്ങളിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അവരത് തങ്ങളുടേതായിട്ട് വെച്ചില്ല, അവരിത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്തു. അങ്ങനെ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരില്ലായിരുന്നു. ആ സമയത്ത് ഉൾപ്രേരണയാൽ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. ആ മനുഷ്യൻ വയൽ വിറ്റത് കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിൻ്റെ കൂട്ടായ്മയിലുള്ളവർ ക്രിസ്തു സ്നേഹത്തിൽ ആയിരിക്കുന്നതിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അനനിയാസും സഫീറയും എന്ന് പറയുന്ന ദമ്പതികൾ അവരൊരു തീരുമാനമെടുത്തു. ഞങ്ങളും അങ്ങനെ, അവരുടെ പ്രവൃത്തി കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുകയാണ്, ഞങ്ങളങ്ങനെ കുറഞ്ഞവരായിട്ട് സമൂഹം തോന്നേണ്ട, ഞങ്ങളും ഇങ്ങനെ ഈ കൂട്ടായ്മയെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വയലും ഞങ്ങളുടെ പറമ്പ് ഞങ്ങൾ വിൽക്കുകയാണ്. പക്ഷെ അവർ വിറ്റിട്ടൊരു കാര്യം ചെയ്തു, ഒരു ചതി ചെയ്തു. അതിനകത്ത് അവർ വിറ്റിട്ട് ഒരു ഭാഗം
അനനിയാസ് ഭാര്യ സഫീറയുടെ അറിവോടുകൂടി മാറ്റിവെച്ചു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബാക്കി അപ്പോസ്തലന്മാരെ കാൽക്കൽ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ കൊണ്ടുവന്നു. ഇത് കൊണ്ടുവരുമ്പോൾ ഇവർ വിറ്റ കാര്യമോ ഇവർ ചെയ്ത കാര്യങ്ങളോ എത്ര രൂപ കിട്ടിയതോ ഇതൊന്നും അറിയാത്ത പത്രോസ് ലീഗ പറയുന്നൊരു വാക്കുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 5-3. പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? തുടർന്ന് നമ്മൾ വായിക്കും പറയുന്നുണ്ട്, നിന്റെ അധീനതയിലായിരുന്നു ഈ വസ്തു, വിറ്റ പണവും നിന്റെ അധീനതയിലായിരുന്നു, പിന്നെ അവിടെ എന്താണ് തെറ്റുപറ്റിയത്? ദൈവത്തിന് കൊടുക്കാൻ എന്നും പറഞ്ഞും കൊണ്ട് വസ്തു വിറ്റിട്ട് അതിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ഭാഗം മാറ്റിവെച്ച് ബാക്കി കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുക്കുന്ന അവസ്ഥയാണ് കുഴപ്പമുണ്ടാക്കിയത്. എന്നെനിക്ക് തോന്നുന്നു പലപ്പോഴും നിരവധി ക്രിസ്ത്യാനികൾ തങ്ങളുടെ ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തകരുന്നതിൻ്റെ കാരണം ഇതാണ്. സഭാ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഭയുടെ എല്ലാ പരിധിയിൽപ്പെട്ടവരും അനുഭവിക്കുന്ന പല തകർച്ചകളുടെയും കാരണം ഇതാണ്. ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കാൻ തയ്യാറാകുന്നത് പറഞ്ഞിട്ട് അതിൻ്റെ ഭൂരിഭാഗവും തൻ്റെ കൈവശം വെച്ചിട്ട് ബാക്കി കൊണ്ട് ക്രിസ്തുവിനെ കൊടുത്ത് ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തുവാനും സമൂഹത്തെ പ്രീതിപ്പെടുത്തുവാനും ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നവരായിട്ട് അവർ മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ച നിരവധി പേർ നമ്മൾ ആദ്യം മുതലേ കാണുന്നുണ്ട്, തകർന്നു പോയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നെവിടെയെല്ലാം അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കിടപ്പുണ്ടെങ്കിലും അതിൻ്റെ ചില പിന്നാമ്പുറങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചതിൻ്റെ ഒരുപാട് എനിക്ക് അനുഭവങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ വഞ്ചിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പത്രോസിക്ക് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചത് എന്തിനാണ്? ഇനി വഞ്ചിച്ച് ഇവർക്ക് എന്തു പറ്റി? അടുത്ത നിമിഷം തന്നെ ആ അനനിയാസ് അവിടെ വീണ് മരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഭാര്യ വരികയാണ്. എത്ര തന്ത്രപരമായിട്ടാണ് അവർ. കാരണം ആദ്യം ഭർത്താവ് വരുന്നു, ഒരുമിച്ചാണ് തീരുമാനമെടുത്തതെങ്കിലും ഭർത്താവ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഭാര്യ വരികയാണ്. അവർ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ ഒരു നാടകം കളിച്ച് വരികയാണ്. അങ്ങനെ ഭാര്യ വരുന്നു. ഭാര്യ വന്നപ്പോൾ പറഞ്ഞു, നിൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയവർ ഇതാ നിന്നെയും കൊണ്ടുപോകാൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിയുകയില്ല. ചിലപ്പോൾ അവൾ വിചാരിച്ച് കാണുമ്പോൾ സൽക്കാരത്തിനകത്തോട്ട് കൊണ്ടുപോയി കാണും. കാരണം കാശൊക്കെ കിട്ടിയതല്ലേ അപ്പോസ്തലൻ്റെ കയ്യിൽ. പക്ഷെ സംഭവിച്ച ഇതാണ്, സഫീറയും അവിടെ വീണ് മരിക്കുകയാണ്. ഇനി നമുക്കൊരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവർ മാറ്റിവെച്ച പണം ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇവർ വഞ്ചിച്ച ആ വഞ്ചന കാരണം ഇവർ വഞ്ചിക്കപ്പെടുകയും ഇവർ നശിക്കപ്പെടുകയും ഇവരുടെ ജീവൻ തന്നെ ഇല്ലാതായിത്തീരുകയും ചെയ്തു. ഇന്ന് കർത്താവിൻ്റെ പണമെടുത്ത് ആരെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ, ആരെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും അത് പങ്കുപറ്റിയവരും ഇന്നിതുപോലെ വഞ്ചനയിലും തകർച്ചയിലുമാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടുന്ന പണം, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന പണം, ഇതെല്ലാം എടുത്ത്, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ ദരിദ്രരെ സഹായിക്കാൻ വേണ്ടി 1000 കിട്ടിയപ്പോൾ അതിൽ 100 or 10 കൊടുത്തിട്ട് ബാക്കി 900 അല്ലെങ്കിൽ അതിൽ കൂടുതലുമൊക്കെ എടുത്ത് സ്വന്തം ആവശ്യങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ഭവനം വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെല്ലാം തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അതുപയോഗിച്ച് മദ്യം, മയക്കുമരുന്ന്, ജടിക വ്യാപാരങ്ങൾ ഏർപ്പെട്ടവരൊക്കെ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. അതെല്ലാം പരിശുദ്ധാത്മാവിന് എതിരെയുള്ള പാപമായിട്ട് പരിഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള എതിർസാക്ഷ്യങ്ങൾ നൽകി ജീവിച്ച നിരവധി പേർ ഇന്ന് സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ജനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ അങ്ങനെ ചെയ്യുന്നല്ലോ, ഇവരിങ്ങനെ ചെയ്യുന്നല്ലോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്നവരെ എനിക്കൊന്നേ പറയാനുള്ളൂ, അവരും ഇവരും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊള്ളട്ടെ, പക്ഷേ അവർ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ നാം അതിൽ പങ്കാളിയാകാനും അതിനെ ന്യായീകരിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ശാപവും ശിക്ഷയും നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ആ തകർച്ചയും കടന്നു വരും.
അനന്യാസും സഫീറയും മരിച്ചപ്പോൾ ആദിമ സഭയിൽ ഒരു ഭയം കടന്നു വന്നു എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? നമ്മൾ ശരിക്കും കർത്താവിനെ ക്ഷമിച്ചുകൂടെ എന്ന്. കർത്താവ് ഒരു കാര്യം അറിയാം, ഈ വഞ്ചിച്ചവൻ ഇനിയും വഞ്ചിച്ചുകൊണ്ടിരിക്കും. ഇവൻ്റെ വഞ്ചനയായിരിക്കാം സമൂഹത്തിൽ കൂടുതലായിട്ട് വ്യാപിക്കുക. അതുവഴി വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭിക്കപ്പെടും. അങ്ങനെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വീണ്ടും വിഷവിത്തുകൾ വിതയ്ക്കപ്പെടും. അതുകൊണ്ട് രണ്ടുപേർ അവിടെ മരിച്ചാലും കർത്താവിനെ സംബന്ധിച്ചോളം നിരവധി ആത്മാക്കൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഒരു സംവിധാനം കർത്താവ് ഒരുക്കുന്നു വേണേൽ പറയാം. പലപ്പോഴും നമ്മൾ വികാരം കൊണ്ട് അയ്യോ അവർ മരിച്ചുപോയി ഇവർ മരിച്ചുപോയി എന്നൊക്കെ പറയും. ഒരത്തിൽ പറഞ്ഞാൽ മരണത്തിൻ്റെ ഒരു മേഖലയിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ വ്യക്തികൾ രണ്ടുപേരും അവിടെ മരിച്ചെങ്കിലും അതൊരു മുന്നറിയിപ്പായിട്ട് അവിടെ നൽകപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ അനന്യാസും സഫീറയ്ക്കും വന്ന അനുഭവങ്ങൾ എത്രയോ പേര് ഇങ്ങനെ ചെയ്തിട്ടും എന്തുകൊണ്ട് അവർ മരിച്ചു വീണില്ല എന്ന് നമ്മൾ ചോദിച്ചേക്കാം, അല്ലെ ചിന്തിച്ചേക്കാം. ഞാൻ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, ദൈവം കരുണയുള്ളവനായതുകൊണ്ട് അവർക്ക് വീണ്ടും തിരിച്ചു വരുവാൻ ഒരവസരം തരികയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആർക്കെങ്കിലും ഇപ്രകാരമുള്ളൊരു വഞ്ചനയുടെ അനുഭവം, പരിശുദ്ധാത്മാവിനെതിരെയുള്ളൊരു വഞ്ചന ഏത് മേഖലയിലായിക്കൊള്ളട്ടെ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുവാൻ ഇതാ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. നാളേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അപകടങ്ങളിലേക്ക് പോയേക്കാം. ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, അവർക്ക് നല്ല ആരോഗ്യവും കഴുത്തും കഴിവും ഉള്ള സമയത്തൊന്നും വചനം കേൾക്കത്തില്ല, ധ്യാനം കൂടത്തില്ല, ദൈവം ആരാണെന്ന് ശരിയായി അറിയാൻ ശ്രമിക്കത്തില്ല. ഏറ്റവും അവസാനം ക്യാൻസർ വന്ന് 4th സ്റ്റേജിലോ അല്ലെങ്കിൽ രോഗങ്ങൾ വന്ന് തകർച്ചകളിലോ ഒരു കിഡ്നി പരാജയം വന്ന് ഡാമേജായി, 1-2 കിഡ്നി ഡാമേജായി, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖം വന്ന് ഇങ്ങനെ രോഗവും പ്രശ്നവും വരുമ്പോഴത്തേക്ക് ഉടനെ കർത്താവിനെ അന്വേഷിച്ച് ഓടുന്നവരുണ്ട്. ആ സമയത്ത് അവരെ മാനസിക നിലയിൽ ഭയവും ദുഃഖവും മരണഭയവും എല്ലാം കിടക്കുന്നത് കൊണ്ട് വചനം ധ്യാനിക്കാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതം ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരുണയാണ്, ദാനമാണെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് ജീവിക്കാൻ തീരുമാനമെടുക്കുക. ഒരു വാഗ്ദാനം കർത്താവിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം നിങ്ങൾ പൂർത്തിയാക്കിയേ പറ്റുകയുള്ളൂ. അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളാൻ പോയി കഴിഞ്ഞാൽ അവസാനം ഇത് പോകുന്നവർ കടന്ന് ഉരുളുകയേ ഉള്ളൂ. പക്ഷെ അവർ വിചാരിക്കും ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഉപവസിക്കുന്നുണ്ടല്ലോ, ധ്യാനിക്കുന്നുണ്ടല്ലോ, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ അസ്വസ്ഥതകൾ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറുകയില്ല. അതുകൊണ്ട് അത് മാറ്റുവാൻ വന്ന കർത്താവ് ഇടപെടണമെങ്കിൽ കർത്താവിൻ്റെ വഴികൾ നേരായ വഴിയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മക്കളുടെ വഴികളും നേരായ വഴിയായിരിക്കണം. ഇനി മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30 നമ്മൾ വായിക്കുകയാണ്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ വേദനിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, നമുക്ക് പല രീതിയിലുള്ള വേദന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ വേദന ഉണ്ടാകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും. സ്വാഭാവിക നിലയിൽ ഒരു വേദന നമ്മിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തു ചെയ്യും? ഇനി അങ്ങനൊരു വേദന ഉണ്ടാകാതിരിക്കാൻ ആ വേദന ഉണ്ടായ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പരിശുദ്ധാത്മാവിനെ പലപ്പോഴും നമ്മൾ വേദനിപ്പിക്കുമ്പോൾ, ദുഃഖിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വഴിനടത്തൽ നമുക്ക് നിശ്ചലമായി പോകും, ഇല്ലാതായിത്തീരും. അങ്ങനെ ജീവിച്ച കുറേ മനുഷ്യരുണ്ട്. ബൈബിളിൽ നമ്മൾ ഹെബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ൽ അപ്രകാരമുള്ള ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്നത്, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അവർ ഒരിക്കൽ ധ്യാനം കൂടി വചനം കേട്ടു, പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു, സ്വർഗീയ സമ്മാനത്തെക്കുറിച്ച് ആസ്വദിച്ച് അറിഞ്ഞ് ജീവിച്ചു. പക്ഷെ അവിടെ പറയുകയാണ്, അവർ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായിരുന്നു.
ദൈവവചനത്തിൻ്റെ വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തി പോലെ അവർ തിരിച്ചറിഞ്ഞവരാ. പക്ഷെ അവർ വീണുപോയി. അങ്ങനെ വീണു പോകുന്നവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരിക അസാധ്യമാണ്. അവർക്ക് അനുതാപം ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ്, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും മറ്റൊരു വലിയ തെളിവ് അനുതാപം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ എന്തു പ്രവൃത്തി ചെയ്താലും അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. ദൈവചൈതന്യം നഷ്ടപ്പെട്ടു പോയവരെല്ലാം ന്യായീകരണ അവസ്ഥയിലാണ്. അവർക്ക് അതിന് പറയാൻ കുറച്ച് റീസണുകൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇന്നത് കൊണ്ടാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. പാപം ചെയ്താലും അവർക്ക് അതിനകത്ത് പലതും കാണും. ചിലർ കൊമ്പസാരിക്കാൻ ചെല്ലുമ്പം അവർക്കറിയാം അവർ ചെയ്തതല്ല, ഇത് മറ്റേ ആൾ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നിരിക്കാം ചിലപ്പോൾ. എങ്കിലും എൻ്റെ ഒരു സഹകരണം ഇല്ല എങ്കിൽ ആ വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നു. സമരിയ ഗുരുത്തിലെ ജീവിതം എടുത്തു നോക്കാം. അപ്പോൾ അവിടെ ന്യായീകരണം വരരുത്. പറ്റിപ്പോയി, സംഭവിച്ചു പോയി, പാപത്തിൽ വീണുപോയി, ഓക്കെ. പക്ഷേ തിരിച്ചു വരാൻ അവസരമുണ്ട്. അത് പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അനുതാപം നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ, കർത്താവ് തെറ്റുപറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, കർത്താവിന് തിരിച്ചു വരാൻ പറ്റും. പക്ഷേ ഇവിടെ പറയുകയാണ്, അനുതാപത്തിലേക്ക് വരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവില്ലാത്ത അവസ്ഥയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇല്ല എങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന എല്ലാ പാപത്തെക്കുറിച്ചും ആ വ്യക്തി ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം, വചനം വായിക്കുന്നവരായിരിക്കും. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് വചനത്തെക്കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ സ്വർഗീയ സമ്മാനം ആസ്വദിച്ചവരാണ്, പ്രകാശം ലഭിച്ചവരാണ്, ക്രിസ്തുവിനെക്കുറിച്ച് നല്ല അറിവൊക്കെ കിട്ടിയവരാണ്. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താ? അവർക്ക് ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഒരിക്കലും ഒരു അനുതാപമില്ല. അതിനെല്ലാം അവർ ന്യായീകരണം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പുനരാനയിക്കുക അസാധ്യമാണ്. അവർ സ്വന്തം മനസ്സാൽ ദൈവപുത്രനെ അധിക്ഷേപിക്കുന്നു, യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. ഇനി മറ്റൊരു കൂടെ, ഇതെല്ലാം ഒരുപാട് മേഖല നമുക്ക് പറയാനുണ്ടെങ്കിലും ഞാനിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നു. നിങ്ങളത് ധ്യാനിക്കുക. മറ്റൊന്ന്, അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൻ്റെ 15-ൽ നാം വായിക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ പരിശുദ്ധാത്മാവിനെ പണം കൊടുത്തു മേടിക്കാൻ നടന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്നു. ആ സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു മാന്ത്രിക വിദ്യ ചെയ്തുകൊണ്ടിരുന്ന മാന്ത്രികനായ ശിമയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ശിമയോൻ. അപ്പോൾ ഈ മനുഷ്യൻ അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 15-ലാണത്. അപ്പോൾ അവർ എന്തു ചെയ്തു? ഈ ശിമയോൻ അവിടെ നിന്നും കൊണ്ട് ഈ മാന്ത്രിക വിദ്യയൊക്കെ ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പം പത്രോസും യോഹന്നാനും അവിടെ കടന്നു വരുന്നു. അവർ കടന്നു വന്നിട്ട് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോസ്തലന്മാർ കൈവച്ചു പ്രാർത്ഥിച്ചു. കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാനും ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ബോധ്യം കിട്ടി ആ ദൈവാത്മാവിനെ അവർക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോട് കൂടിയാണ് പത്രോസും യോഹന്നാനും പോയി, പത്രോസും യോഹന്നാനും പോയി അവർക്ക് വേണ്ടി ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചത്, അല്ലെ കൈവെപ്പ് വഴി പ്രാർത്ഥിച്ചത്. ലക്ഷ്യം ശരിയായിരുന്നു. ഇന്ന് ഒരുപാട് പേര് കൈവെപ്പ് നടത്തുന്നുണ്ട് ലക്ഷ്യം ശരിയല്ലാത്തതിൻ്റെ പേരിൽ. ഞാൻ ചിലയിടത്തൊക്കെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. അവർ കൈവയ്ക്കാതെ ആരെങ്കിലും ശുശ്രൂഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വിധേയപ്പെട്ടില്ല എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അൽമായരെ താഴ്ത്തിക്കെട്ടുന്ന ചില സ്വഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയാണ്, വിധേയത്വത്തിൻ്റെ അടയാളമൊന്നുമല്ല കൈവെപ്പെന്ന് പറയുന്നത്. കൈവെപ്പിൻ്റെ ഉദ്ദേശം ബൈബിൾ വായിക്കുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കൈവയ്ക്കാൻ പോകുന്ന ആളാണ് ആദ്യം അറിയേണ്ടത്, എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ ഞാൻ? അങ്ങനെയെങ്കിൽ എന്തിന് ഞാൻ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു? എൻ്റെ അടിമയാക്കാനല്ല, എൻ്റെ ഹൃദയത്തിനകത്ത് നടക്കാൻ വേണ്ടിയിട്ടല്ല,
എനിക്ക് വിധേയപ്പെടാൻ വേണ്ടിയിട്ടല്ല. ഒരു മനുഷ്യൻ ആത്മീയ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ അവർ ദൈവത്തിനാണ് വിധേയപ്പെടേണ്ടത്. അങ്ങനെയെങ്കിൽ മാമോദീസായിലൂടെയും സ്റ്റൈൽ ലേപനത്തിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച ആ കൈവെപ്പ് തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇത് പലപ്പോഴും ഈ കൈവെപ്പ് ലക്ഷ്യം മാറി കൈവെക്കുന്നത് കൊണ്ട് കൈവെക്കുന്ന വ്യക്തി ഏത് ആത്മാവിനാലാണോ നയിക്കപ്പെടുന്നത് നമുക്കറിയത്തില്ല. ആ ആത്മാവ് തന്നെ അശുദ്ധാത്മാവായിരിക്കാം, പൈശാചിക അരൂപിയായിരിക്കാം. സ്വീകരിക്കുന്ന വ്യക്തികളിലേക്കും കടന്നു വന്ന് ഇന്ന് ഏതാണ്ട് ആത്മീയ മേഖല എന്ന് പറയപ്പെടുന്ന ചില മേഖലകളിൽ ഇന്ന് ഇതൊരു അപകടമായി മാറിയിരിക്കുകയാണ്. വെച്ചവരും വീണ് കിടക്കുന്നു, വയ്പ് സ്വീകരിച്ചവരും വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലക്ഷ്യം അറിയാതെ നമ്മൾ ഈ പണിക്ക് നടന്നാൽ പൊയ്ക്കഴിഞ്ഞാൽ അനന്യാസും സഭീറയ്ക്കും വന്ന തകർച്ചകൾ നമ്മളെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് അറിയണം. സഭയിൽ ഇന്നും കൈവെപ്പുണ്ട്, ആവശ്യമാണ്. പക്ഷെ അതിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമില്ലാതെയാണ് വയ്ക്കുന്നതെങ്കിൽ, സ്വീകരിക്കുന്നതെങ്കിൽ അത് അപകടത്തിന് കാരണമാവുക തന്നെ ചെയ്യും. അല്ലാതെ ഒരാൾ ധ്യാനഗുരുവാണെന്നും പറഞ്ഞ്, ശുശ്രൂഷകനാണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ കാശ് കൊടുത്ത്, ഇന്നും അങ്ങനെ ഉണ്ട്, ചിലയിടത്തൊക്കെ കാശ് കൊടുത്ത് ഈ വരം മേടിക്കാൻ നടക്കുന്ന മനുഷ്യരെ കാണാൻ പറ്റും. പണമുള്ളവർക്ക് അഭിഷേകമുണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി പണം കൊടുത്തു കഴിഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുന്നവർ എത്ര തോന്നിവാസം കാണിച്ചാലും എത്ര തെറ്റ് ചെയ്താലും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് പലപ്പോഴും കാണുവാനും അനുഭവിക്കാനും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആരൊക്കെയോ പണം കൊടുത്ത് പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ തക്കവിധമുള്ള ശക്തി മേടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് കൊടുത്തവരും ദുരിതത്തിലാണ്, മേടിച്ചവരും ദുരിതത്തിലാണ്. ഇത് കാശ് കൊടുത്ത് മേടിക്കുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവിനെ. കാശ് കൊടുത്ത് മേടിക്കുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവിനെ. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് സുവിശേഷ വേലയായി അവിടെ ഒരു ആഹ്വാനം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തി അത് ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ ശക്തിപ്പെടുത്തി യൂദയാലും സമരിയാലും ലോകത്തിന് അതിർത്തികൾ വരെയും സാക്ഷിയാക്കാൻ വേണ്ടി ദൈവം നൽകിയ ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. അല്ലാതെ നമുക്ക് പണമുണ്ടാക്കാനുള്ള ടെക്നിക്കൽ കാണിക്കാനുള്ള ഒന്നല്ല പരിശുദ്ധാത്മാവ്. അതിനാൽ പരിശുദ്ധാത്മാവിനെ എപ്പോഴെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അനുദപിക്കുക, തിരിച്ചു വരിക. കർത്താവെ, അങ്ങയുടെ ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിച്ചിട്ട് വീണ്ടും എനിക്കറിയില്ല, അങ്ങനോട് കരുണ കാണിക്കണമേ, വീണ്ടും അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ജ്വലിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് താഴ്മയോടെ യാചിക്കാം. വചനം പറഞ്ഞതുപോലെ ദാഹിക്കുന്ന നമുക്ക് ക്രിസ്തുവിൽ നിന്നത് കുടിക്കാം, ക്രിസ്തുവിലൂടെ നമുക്കത് സ്വീകരിക്കാം. സ്വർഗീയ പിതാവിൽ നിന്നത് ആ വാഗ്ദാനത്തെ സ്വീകരിച്ച് നമുക്ക് സ്വന്തമാക്കാം. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി ഞങ്ങളെക്കാളും താഴ്ന്നൊരവസ്ഥയിൽ കടന്നു വന്ന് ഞങ്ങളെ എളിമപ്പെടുത്തുവാനും വിനയപ്പെടുത്തുവാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് അത്ഭുതകരമായ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളവിടെ കാണുന്നത്. പരിശുദ്ധാത്മാവിനാൽ ആദിമ സഭയിലെ ഓരോ അപ്പസ്തോലന്മാരെ പോലും, വിശ്വാസികളെപ്പോലെ, അവരെ എല്ലാവരെയും പോലെ ജ്വലിക്കുന്ന ഒരു വ്യക്തിയാക്കി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവായ ദൈവമേ, സ്വർഗീയ അപ്പ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിലൂടെ ഞങ്ങളുടെ മേലേക്ക് ചൊരിഞ്ഞതിനായി നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ആ ഉന്നത ശക്തിയാൽ ഞങ്ങൾ ജ്വലിക്കട്ടെ. പരിശുദ്ധ അമ്മയെ അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കും ലഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, റബേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട നീതിമാന്മാരും നീതിമതികളുമായ വിശുദ്ധ ഗണങ്ങളെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ മാസം വരുന്ന ആഴ്ച വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ ഓൺലൈൻ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പങ്കെടുക്കുക. നിരവധി പേർക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കുക. നിരവധി പേർ കർത്താവിൻ്റെ വചനം കേൾക്കട്ടെ, കർത്താവിൻ്റെ ആത്മാവിനെ നിറയപ്പെട്ടെ.
അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി. കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിനെ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക.